സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ 3 ആശയങ്ങളാണ്: ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം. ഇവ മൂന്നും വെറും സാമ്പത്തിക മാതൃകകളല്ല, മറിച്ച് സമൂഹത്തിൻ്റെ ഭാവിയും രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പ് വരെ നിർണ്ണയിച്ച മഹാസിദ്ധാന്തങ്ങളാണ്. വൺസ് അഗെയിൻ, വെൽക്കം ബാക്ക് ടു സോഷ്യോടെക്. ആദ്യം നമുക്ക് ക്യാപിറ്റലിസത്തെക്കുറിച്ച് നോക്കാം. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് സ്വകാര്യ ഉടമസ്ഥതയിലും സ്വതന്ത്ര വിപണിയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ്വ്യവസ്ഥയാണ്. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ആർക്കും സ്വന്തം ബിസിനസ് തുടങ്ങാനും സ്വന്തമായി ഭൂമി, ഫാക്ടറി, കട, കമ്പനി തുടങ്ങിയവയ്ക്കൊക്കെ ഉടമയായിരിക്കാനും കഴിയുന്ന ഒരു സംവിധാനമാണിത്. ലാഭം നേടുക, മത്സരം പ്രോത്സാഹിപ്പിക്കുക, വിപണിയിലെ ആവശ്യവും വാഗ്ദാനവും അനുസരിച്ച് ഉൽപ്പാദനവും വിതരണവും ക്രമീകരിക്കുക, ഇതാണ് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ. ക്യാപിറ്റലിസത്തിൻ്റെ തത്വചിന്താപരമായ അടിസ്ഥാനങ്ങൾ സ്ഥാപിച്ചത് സ്കോട്ടിഷ് സാമ്പത്തിക ചിന്തകനായ ആഡം സ്മിത്താണ്. 1776 പ്രസിദ്ധീകരിച്ച ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം വിപണി സ്വയം നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തെ വിശദീകരിച്ചത്. ഇൻവിസിബിൾ ഹാൻഡ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ആശയപ്രകാരം ഓരോ വ്യക്തിയും സ്വന്തം ലാഭത്തിനായി പ്രവർത്തിക്കുമ്പോഴും വിപണിയിലെ മത്സരം സമൂഹത്തിനാകെ ഗുണകരമായ ഫലങ്ങളുണ്ടാക്കും. അദ്ദേഹം സ്വതന്ത്ര വിപണിയും പരിമിതമായ സർക്കാർ ഇടപെടലും സ്വകാര്യ ഉടമസ്ഥതയും പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് അഭിപ്രായപ്പെട്ടു. ചരിത്രപരമായി നോക്കുമ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ വിത്തുകൾ 15-16 നൂറ്റാണ്ടിലെ നവോത്ഥാനത്തിൻ്റെയും യൂറോപ്യൻ വ്യാപാര വിപുലീകരണത്തിൻ്റെയും കാലഘട്ടത്തിലാണ്. എന്നാൽ 1760 മുതൽ 1840 വരെ ബ്രിട്ടനിൽ നടന്ന വ്യാവസായിക വിപ്ലവമാണ് ക്യാപിറ്റലിസത്തെ ശക്തമായി ലോകത്തേക്ക് വ്യാപിപ്പിച്ചത്. വലിയ ഫാക്ടറികൾ, ഖനികൾ, റെയിൽവേകൾ, വ്യവസായങ്ങൾ എന്നിവ സ്വകാര്യ വ്യക്തികളും കമ്പനികളും നടത്താൻ തുടങ്ങി. ഇതോടെ സാമ്പത്തിക വളർച്ച വേഗത്തിലായെങ്കിലും തൊഴിലാളികളുടെ ചൂഷണം, ബാലവേല, ദാരിദ്ര്യം എന്നിവ വളരെ കൂടിപ്പോയി. തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനവും ദൈർഘ്യമേറിയ ജോലി സമയവും ദുരിത ജീവിതം എന്നിവ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ഇരുണ്ട മുഖമായി മാറി. ഇതിൻ്റെ ഏറ്റവും വലിയ പരാജയം 1929 അമേരിക്കൻ ഗ്രേറ്റ് ഡിപ്രഷൻ ആയിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നതോടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടമായി. പലരും പട്ടിണി വരെ അനുഭവിച്ചു. 1929 ഗ്രേറ്റ് ഡിപ്രഷൻ ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യമായി കരുതപ്പെടുന്നു. 1920കളിൽ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥ വേഗത്തിൽ വളർന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു ബൂമുണ്ടായി. പലരും ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തുപോലും ഓഹരികൾ വാങ്ങി. എന്നാൽ 1929 ഒക്ടോബർ 29 സംഭവിച്ച വാൾ സ്ട്രീറ്റ് ക്രാഷ് ആയിരുന്നു എല്ലാത്തിനും തുടക്കം. ഓഹരികളുടെ വില പെട്ടെന്ന് തകർന്നു. ആളുകൾക്ക് വലിയ നഷ്ടങ്ങളുണ്ടായി. ബാങ്കുകൾ അടഞ്ഞു, വ്യവസായങ്ങൾ തകർന്നു, തൊഴിലില്ലായ്മ വ്യാപകമായി. അമേരിക്കയിൽ മാത്രം ഏകദേശം 1.5 കോടി ആളുകൾക്ക് ജോലി നഷ്ടമായി. വ്യാപാരം ഇടിഞ്ഞു, ഉൽപ്പാദനം വളരെ കുറഞ്ഞു. ആയിരക്കണക്കിന് കുടുംബങ്ങൾ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളപ്പെട്ടു. ഈ പ്രതിസന്ധി അമേരിക്കയിൽ മാത്രം ഒതുങ്ങിയില്ല. യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മാന്ദ്യം പടർന്നു പിടിച്ചു. ഗ്രേറ്റ് ഡിപ്രഷൻ രാഷ്ട്രീയത്തെയും സമൂഹത്തെയും ശക്തമായി ബാധിച്ചു. അമേരിക്കയിൽ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അധികാരത്തിലെത്തി ന്യൂ ഡീൽ എന്ന ക്ഷേമ പരിപാടികൾ ആരംഭിച്ചു. സർക്കാർ ഇടപെടലുകളിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുകയും സാമ്പത്തിക സ്ഥിരത വീണ്ടെടുക്കുകയും ചെയ്തു. എന്നാൽ യൂറോപ്പിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഫാസിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും വളർച്ചയ്ക്ക് കാരണമായി. ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിലെത്തുന്നതിനും ഇത് വഴിതെളിച്ചു. അവസാനം നോക്കുമ്പോൾ 1929 ഗ്രേറ്റ് ഡിപ്രഷൻ ക്യാപിറ്റലിസത്തിൻ്റെ സ്വതന്ത്ര വിപണി മാത്രം മതിയാവില്ലെന്ന് തെളിയിച്ചു. സർക്കാർ ഇടപെടലും ക്ഷേമ നയങ്ങളും ഇല്ലാതെ സമ്പദ്വ്യവസ്ഥ സ്ഥിരതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന പാഠം ലോകം പഠിച്ചു. ഇന്ന് അമേരിക്ക ക്യാപിറ്റലിസത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും അവിടെ പോലും ആരോഗ്യ പരിരക്ഷ, തൊഴിലില്ലായ്മ സഹായം, സോഷ്യൽ സെക്യൂരിറ്റി തുടങ്ങിയ ക്ഷേമ പദ്ധതികൾ നിലവിലുണ്ട്. അതിനാൽ ക്യാപിറ്റലിസം സമൂഹത്തിന് വളർച്ച, സമ്പത്ത്, പുതുമകൾ എന്നിവ നൽകിയതിനൊപ്പം അസമത്വം, ചൂഷണം, പ്രതിസന്ധികൾ പോലുള്ള പ്രശ്നങ്ങളും സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ഇന്നത്തെ ലോകത്ത് പല രാജ്യങ്ങളും ക്യാപിറ്റലിസവും ക്ഷേമ നയങ്ങളും കൂട്ടിച്ചേർത്തൊരു സമ്പദ്വ്യവസ്ഥ സ്വീകരിക്കുന്നത്. ഇനി നമുക്ക് സോഷ്യലിസത്തെക്കുറിച്ച് നോക്കാം. ക്യാപിറ്റലിസത്തിലെ അസമത്വവും ചൂഷണവും ചെറുക്കാൻ വേണ്ടി ഉയർന്നു വന്ന ഒരു മറുപടിയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. സോഷ്യലിസത്തിൽ ഉൽപ്പാദന ഉപകരണങ്ങൾ സ്റ്റേറ്റിൻ്റെയോ സൊസൈറ്റിയുടെയോ ഉടമസ്ഥതയിൽ വേണമെന്നും സമ്പത്ത് ലാഭത്തിനല്ല
മറിച്ച് മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വിനിയോഗിക്കണമെന്നാണ് പറയുന്നത്. സോഷ്യലിസം എന്ന പദം 19-ാം നൂറ്റാണ്ടിൽ സൈൻ സൈമണും ഫ്രൂയർ തുടങ്ങിയ ചിന്തകരിൽ നിന്നാണ് ഉണ്ടായത്. 1825 ബ്രിട്ടനിലെ വ്യവസായിയും സാമൂഹ്യ ചിന്തകനുമായ റോബർട്ട് ഓവൻ തൊഴിലാളികളുടെ ദുരിതപൂർണമായ ജീവിതം മാറ്റാൻ വേണ്ടിയിട്ട് ന്യൂ ഹാർമണി എന്ന കോളനികൾ ഉണ്ടാക്കി. എല്ലാവർക്കും വിദ്യാഭ്യാസവും ആരോഗ്യകരമായ ജീവിതം എന്നിവ വഴി സമത്വപരമായ ഒരു ജീവിതം നൽകാനായിട്ടാണ് അതുവഴി ശ്രമിച്ചത്. പക്ഷേ സാമ്പത്തികവും മാനേജ്മെൻറ്റ്പരമായുള്ള പ്രശ്നങ്ങളും കാരണം കോളനി അധികനാലം നിലനിന്നില്ല. ഈ ഒരു മാതൃകയെ യൂട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്നാണ് അന്ന് ലോകം വിളിച്ചത്. കാരണം ഇവർ പരിപൂർണമായിട്ടുള്ള ഒരു സ്വപ്ന സമൂഹം ഉണ്ടാക്കാമെന്ന് കരുതി അതിനനുസരിച്ച് പ്രവർത്തിച്ചവരാണ്. പിന്നീട് കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും സോഷ്യലിസത്തെ കമ്മ്യൂണിസത്തിലേക്കുള്ള ആദ്യഘട്ടമായി കണ്ടു. തൊഴിലാളികൾ അധികാരം പിടിച്ചെടുക്കുന്ന ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പ്രോളിറ്റേറിയൻ കാലഘട്ടം എന്ന് സോഷ്യലിസത്തെ വിളിച്ചു. സോഷ്യലിസം എന്നത് ഒരു സാമ്പത്തിക സാമൂഹിക സംവിധാനമാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഓരോരുത്തരുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പാക്കപ്പെടുന്നുണ്ട്. തൊഴിൽ, വരുമാനം, വിദ്യാഭ്യാസം, ആരോഗ്യം ഇവയെല്ലാം സമൂഹത്തിൻ്റെ സംരക്ഷണത്തിലാണ്. സോഷ്യലിസത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് തൊഴിലില്ലായ്മയുടെ ഭയം തീരെ കുറവായിരിക്കും. കാരണം എല്ലാവർക്കും അവനവൻ്റെ കഴിവിനും ആവശ്യത്തിനും അനുയോജ്യമായ ജോലി സർക്കാർ സംവിധാനത്തിലൂടെയോ സഹകരണ സംഘങ്ങളിലൂടെയോ ലഭ്യമാക്കും. ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിലെ വ്യക്തികളുടെ വരുമാനത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകില്ല. കാരണം ആർക്കും അനന്തമായിട്ടുള്ള സമ്പത്തൊന്നും സമ്പാദിക്കാൻ കഴിയില്ല. എന്നാൽ എല്ലാവർക്കും മാന്യമായ ജീവിതത്തിന് ആവശ്യമായ വരുമാനം ലഭിക്കുകയും ചെയ്യും. സോഷ്യലിസ്റ്റിൻ്റെ ശക്തി തന്നെ സമ്പത്ത് ചില ആളുകളുടെ കയ്യിൽ കേന്ദ്രീകരിക്കാതെ സമൂഹം അത് മുഴുവനായിട്ട് പങ്കെടുപ്പോഴാണ്. അതിന് വലിയ ആഡംബരങ്ങളൊക്കെ കുറവായിരിക്കുമെങ്കിലും പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഇല്ലാതാകും. വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും സോഷ്യലിസത്തിൽ എല്ലാവർക്കും സൗജന്യമായി ലഭിക്കും. കുട്ടികൾക്ക് സൗജന്യമായി നല്ല വിദ്യാഭ്യാസം ഉറപ്പാക്കപ്പെടും. രോഗികൾക്ക് പണമില്ലെന്ന കാരണത്താൽ ചികിത്സ നിഷേധിക്കപ്പെടുകയില്ല. ഇതിലൂടെ സമൂഹത്തിൽ സമത്വവും സുരക്ഷിതത്വവും വളരും. ദൈനംദിന ജീവിതത്തിലും വലിയ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. ഭക്ഷണവും വീടും വസ്ത്രവും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പദ്ധതികളിലൂടെ വില കുറഞ്ഞ രീതിയിൽ ലഭിക്കും. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള ഭേദം കുറയുന്നതിനാൽ സാമൂഹിക ബന്ധങ്ങൾ കൂട്ടായ്മയോടെ ആയിരിക്കും. കലയും കായികവും സംസ്കാരവും വ്യക്തിപരമായ ആഡംബരത്തിനല്ല, മറിച്ച് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കായിട്ടാണ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. എങ്കിലും വ്യക്തിഗത സ്വാതന്ത്ര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കാം. ഉദാഹരണത്തിന്, ഒരാൾക്ക് വലിയൊരു ഫാക്ടറിയോ സ്വകാര്യ ആശുപത്രിയോ ആരംഭിക്കാൻ സാധിക്കില്ല. പക്ഷേ അതിൻ്റെ പ്രതിഫലമായി സമൂഹത്തിലെ എല്ലാവർക്കും ഒരുപോലെ സുരക്ഷയും അടിസ്ഥാന അവകാശങ്ങളും ഇതിൽ ലഭിക്കും. അങ്ങനെ ഇതിന് രണ്ട് വശമുണ്ട്. ചുരുക്കത്തിൽ സോഷ്യലിസത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം വലിയ ആഡംബരങ്ങളില്ലാത്തതായിരിക്കാം. പക്ഷേ ഓരോരുത്തർക്കും ആത്മവിശ്വാസത്തോടും സുരക്ഷിതത്തോടും കൂടിയ ജീവിതം ഉറപ്പായിരിക്കും. സോഷ്യലിസം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യരുടെ മഹത്വം സമ്പത്തിൻ്റെ അളവിലല്ല, മറിച്ച് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന നീതിയിലും സഹകരണത്തിലുമാണെന്നാണ്. ഇനി നമുക്ക് കമ്മ്യൂണിസത്തെക്കുറിച്ച് നോക്കാം. സോഷ്യലിസത്തിൻ്റെ അടുത്ത ഘട്ടമാണ് കമ്മ്യൂണിസം. കാറൽ മാർക്സും ഫ്രെഡറിക് എംഗൽസും അവതരിപ്പിച്ച ഒരു രാഷ്ട്രീയ സാമ്പത്തിക സിദ്ധാന്തമാണ് കമ്മ്യൂണിസം. അവരുടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ദാസ് ക്യാപിറ്റലുമാണ് കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായി കണക്കാക്കപ്പെടുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വർഗവ്യത്യാസമില്ലാത്ത, രാജ്യ അതിർത്തികളില്ലാത്ത, എല്ലാവരും സമന്മാരായി ജീവിക്കുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നതാണ്. സോഷ്യലിസത്തിൻ്റെ അടുത്ത ഘട്ടം തന്നെ കമ്മ്യൂണിസമാണെന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ മുഖ്യ സിദ്ധാന്തങ്ങൾ സ്വകാര്യ ഉടമസ്ഥത അവസാനിപ്പിക്കലാണ്. ഭൂമി, ഫാക്ടറികൾ, ബാങ്കുകൾ പോലുള്ള ഉൽപാദന ഉപാധികൾ ഒരാളുടെയോ കുറച്ചുപേരുടെയോ കൈകളിൽ ഇരിക്കാതെ സമൂഹത്തിൻ്റെ കൈവശം തന്നെ നിലകൊള്ളണം എന്നതാണ്. അതുപോലെ വർഗവ്യത്യാസം ഇല്ലാതാക്കുകയും സമ്പന്നനും ദരിദ്രനും എന്ന വേർതിരിവ് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. മാർക്സിൻ്റെ പ്രസിദ്ധമായ ആശയമായ ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്സ്, അതായത് അവരവരുടെ കഴിവിനനുസരിച്ച് സമൂഹത്തിന് സംഭാവന ചെയ്യുകയും ആവശ്യത്തിനനുസരിച്ച് സമൂഹത്തിൽ നിന്ന് നേടുകയും ചെയ്യുക എന്നതാണ്. കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന ചിന്തയായിരുന്നു ഇത്. തുടക്കത്തിൽ സർക്കാരുകളുടെ നിയന്ത്രണം ഉണ്ടെങ്കിലും പിന്നീട് ഇത് ഇല്ലാതാകുകയും ചെയ്യും. അതായത് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെയോ ഇല്ലാതാകൽ കമ്മ്യൂണിസത്തിൻ്റെ അന്തിമഘട്ടമാണ്. ചരിത്രപരമായി നോക്കുമ്പോൾ ലെനിൻ്റെ നേതൃത്വത്തിൽ 1917 റഷ്യൻ വിപ്ലവത്തിലൂടെയാണ് കമ്മ്യൂണിസം ആദ്യമായി രാഷ്ട്രീയ ഭരണഘടനയായി നടപ്പിലാക്കിയത്. പിന്നീട് അവർ സോവിയറ്റ് യൂണിയനായി മാറുകയും സ്റ്റാലിൻ്റെ കാലത്ത് വൻ വ്യാവസായിക വൽക്കരണം നടപ്പിലാക്കുകയും ചെയ്തു. എന്നാൽ
അതിനുശേഷം രാഷ്ട്രീയ അടിച്ചമർത്തലും ക്ഷാമവും ഉണ്ടായി. സോവിയറ്റ് യൂണിയൻ ചിഹ്നച്ചിതറി പോവുകയും ചെയ്തു. ചൈനയിൽ 1949 മാവോ സേതുങ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്ഥാപിച്ചു. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് പോലുള്ള ശ്രമങ്ങൾ ക്ഷാമത്തിലേക്ക് നയിക്കുകയും കൾച്ചറൽ റവല്യൂഷൻ രാഷ്ട്രീയവും സാംസ്കാരികവുമായ അടിച്ചമർത്തലായി മാറുകയും ചെയ്തു. ക്യൂബയിൽ 1959 ഫിഡൽ കാസ്ട്രോ അമേരിക്കൻ സ്വാധീനത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് രാജ്യം രൂപീകരിക്കുകയും ചെയ്തു. ഇന്ന് ചൈന, വിയറ്റ്നാം, ക്യൂബ, ഉത്തര കൊറിയ, ലാവോസ് തുടങ്ങിയ രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും പല രാജ്യങ്ങളും വിപണി സമ്പദ് വ്യവസ്ഥയുടെ ഘടകങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. കമ്മ്യൂണിസത്തിൻ്റെ ഗുണങ്ങളിൽ പ്രധാനമായി പറയേണ്ടത് സമത്വമാണ്. എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങൾ ലഭിക്കുകയും തൊഴിലാളികളുടെ അധ്വാനം മറ്റൊരാളുടെ ലാഭത്തിനായി പോകാതെ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള മാറ്റത്തിനായി ഉപയോഗിക്കുകയും ചെയ്യും. ചൂഷണം ഇല്ലാതാകും. ഭക്ഷണം, വീട്, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ സാമൂഹ്യക്ഷേമ സേവനങ്ങൾ എല്ലാവർക്കും ഉറപ്പാക്കപ്പെടും. എന്നാൽ ഇതിന് ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ വലിയ നിയന്ത്രണം വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറയ്ക്കുകയും ആളുകൾക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ തടസ്സം വരുത്തുകയും ചെയ്തു. മത്സരമില്ലാത്തതിനാൽ ഉൽപാദന കാര്യക്ഷമതയും ഗുണമേന്മയും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അധികാര കേന്ദ്രീകരണം പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ഏകാധിപത്യത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. ഇന്ന് ലോകത്ത് ഒരു രാജ്യവും ശുദ്ധമായ ക്യാപിറ്റലിസ്റ്റ്, ശുദ്ധമായ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ പൂർണ്ണ കമ്മ്യൂണിസ്റ്റ് മാതൃക പിന്തുടരുന്നില്ല. ഓരോ രാജ്യത്തും മിശ്ര രൂപത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളാണ് പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് അമേരിക്ക ക്യാപിറ്റലിസത്തോടൊപ്പം ക്ഷേമ നയങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇന്ത്യ സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങളോടൊപ്പം വിപണിയുടെയും മത്സരത്തിൻ്റെയും ശക്തി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൈന കമ്മ്യൂണിസത്തിൻ്റെ രാഷ്ട്രീയ ഘടനയ്ക്കൊപ്പം ക്യാപിറ്റലിസത്തിൻ്റെ ചില ഘടകങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു സമ്പദ് വ്യവസ്ഥ മാത്രം മനുഷ്യ സമൂഹത്തിന് പോരാ എന്നതാണ്. വളർച്ചയും നീതിയും ഒരുപോലെ ഉറപ്പാക്കാൻ സമന്വിതമായ ഒരു മാതൃക അനിവാര്യമാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.